ഗോതമ്പ് പൊടി വെച്ച് സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പാനിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കുന്നുണ്ട്, 4 വെളുത്തുള്ളി, ഒരു ചുവന്ന മുളക്. തക്കാളി ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം. തക്കാളി വേവുമ്പോഴേക്ക് മാവ് കുഴച്ചെടുക്കാം. 1/4 കപ്പ് ഗോതമ്പ് മാവ്, 1 ടീസ്പൂൺ എണ്ണ, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ചപ്പാത്തി മാവിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്തോട്ട ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് മാറ്റി വെക്കാം. തക്കാളി വെന്തുട്ട നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അതേ വെള്ളത്തിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ബാക്കി ഉണ്ടായ വെള്ളത്തിൽ ഉപ്പ് ഇട്ടുണ്ട്. അപ്പം ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നമുക്ക് കത്തര എടുത്തിട്ട് ഈ മാവ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വല്ലാണ്ട് കനം വേണ്ട കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ കത്തരയിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ എണ്ണ വരട്ടിക്കോളൂ. വെള്ളത്തിലെല്ലാം കട്ട് ചെയ്ത് ഇട്ടുട്ടാ. ഇപ്പം ഇളക്കണ്ട, 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് ഇളക്കിയാൽ മതി. വേവിച്ച് വെച്ചേക്കണ തക്കാളി അരച്ചെടുക്കാം. തക്കാളിയുടെ തൊലി കളയുണ്ടിട്ട ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇതും വെന്തുണ്ട് ഇട്ട പാനിൽ നിന്ന് മാറ്റാം. ഒട്ടിയൊന്നും പിടിക്കില്ല നമ്മൾ നെയ്യ് ചേർത്ത കാരണം. തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ വെള്ളം കളയില്ല കേട്ടോ, വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആകട്ടെ, 1 സവോള, കുറച്ച് വേപ്പില, 1 പച്ചമുളക്. സവോള സോഫ്റ്റ് ആക്കി എടുക്കാം. സവോള സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചസ്വാദ് പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചസ്വാദ് പോയത് ഇതിലേക്ക് 1 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ ഉള്ളിലത്തെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ചേർക്കണേ. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ വേവിച്ച് അരച്ച് വെച്ചേക്കണ തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം തെളിഞ്ഞ് വന്നു കേട്ടോ. ഗോതമ്പാവ് ഇട്ട് വേവിച്ച് വെച്ചില്ലേ, അതിൻ്റെ ബാക്കി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഈ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ മിക്സിൽ 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. റെഡി ആയിട്ടാവും കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയല്ലോ കേട്ടോ. സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.